ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ ഒരു ഹെയർ മേക്ക് ഓവറിന് കൊണ്ടുപോവാണ്. ഈ ഒരു മുടി നമുക്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്ത് നല്ല സ്റ്റൈലാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ ഹെയർ കേളി ഹെയർ ആണ്. സോ അതുകൊണ്ട് തന്നെ കേളി ഹെയർ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, കേളി ഹെയർ സ്റ്റൈൽ ചെയ്യാനും മാനേജ് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും കാലം ഇത് വെച്ചിങ്ങനെ മാനേജ് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് ബോർ അടിക്കുമ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ഗോ ടു എ ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് ഗെറ്റ് ദിസ് സോർട്ടഡ്. അപ്പം ഒരു നല്ലൊരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും ഏത് സ്റ്റൈലിൽ മുടി കട്ട് ചെയ്താലാണ് നല്ലത്, എന്താണ് നമ്മുടെ ഫേസിന് ചേരുന്നത്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇന്ന് ജുമേര ലേക്ക് ടവേഴ്സിൽ വന്നേക്കാണ്. ഇവിടെ വില്ലോ ലെയിൻ ദുബായ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സലൂൺ ഉണ്ട്. ദാറ്റ് ഈസ് വൺ അമംഗ് ദി നമ്പർ 1 സലൂൺ ഇൻ ദുബായ് ഫോർ ഹെയർ സ്റ്റൈലിംഗ്. അപ്പോൾ അവിടെ കേളി ഹെയറിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്. സോ ഷീ വിൽ ബി ടെലിംഗ് മീ വാട്ട് വി ആർ ഗോയിങ് ടു ഡു വിത്ത് മൈ ഹെയർ. ആൻഡ് യെസ്, ഐ ഹോപ്പ് നമ്മുടെ ഈ ഒരു ഹെയർ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ, നല്ലൊരു മേക്ക് ഓവർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും ഇന്ന് ഈ ഒരു ഹെയർ മേക്ക് ഓവർ എന്താ പറയുക വ്ളോഗിൽ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന്. സോ നമുക്കെന്നാൽ ആ ഒരു സലൂണിലേക്ക് പോവാം. ഞാൻ ആക്ച്വലി ഒരു ക്ലൂ ഇല്ലാണ്ട് നിൽക്കുകയാണ്, ഇത് എവിടെയാണ് എന്ന് എനിക്കറിയത്തില്ല. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഫിഗർ ഔട്ട്. സോ ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ തൊട്ട് വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്. ബിക്കോസ് എനിക്ക് അധികം ആ ഒരു സലൂണിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അവിടെ വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ആൻഡ് വേറെ ചില സ്റ്റൈലിസ്റ്റൊക്കെ അവർക്കൊക്കെ ക്യാമറയുടെ മുമ്പിലൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ ദേ വെയർ ഫൈൻഡിങ് ഇറ്റ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട് ബിക്കോസ് എൻ്റെ ക്യാമറ ഓൺ ആയതുകൊണ്ട്. ബട്ട് ഹൗഎവർ മൈ സ്റ്റൈലിസ്റ്റ്, ഹർ നെയിം ഇസ് ബ്രോഗൻ. ഞാൻ ബ്രോഗനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ചൊരു ക്ലിപ്പിങ്സ് ഒക്കെ എടുക്കണം, ഇഫ് ഷീ ഈസ് ഫൈൻ വിത്ത് ഇറ്റ്. സോ ആൾ പറഞ്ഞു okay, I'm not comfortable, but ഞാൻ mask ഇടാം, so you can just shoot a little bit, because I am someone who respect the decision of people. like അവർക്കൊരു ക്യാമറയിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളത് റെസ്പെക്റ്റ് ചെയ്യുക, ബിക്കോസ് ഇത് ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് ആണ്. സോ അതിനുള്ള സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എന്തൊക്കെയാണ് ചെയ്ത പ്രോസസ്സ് എന്നൊക്കെ ഉള്ളത് ഐ വിൽ ബി ഷെയറിങ് you through this voice over. So first നമ്മൾ സലൂണിൽ കയറിയപ്പോൾ തന്നെ ബ്രോഗൻ എൻ്റെ ഹെയറിൻ്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അപ്പം എൻ്റെ ഹെയർ കേളി ഹെയർ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രിസിയും നല്ല സ്പ്ലിറ്റ് എൻഡ്സും ഉണ്ടായിരുന്നു. ആൻഡ് ബ്രോഗനോട് ചോദിച്ചു എത്ര ഓഫൺ ആയിട്ടാണ് മുടി കട്ട് ചെയ്യണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് 1 in 6 months ഒക്കെ ചെയ്യാറുള്ളൂ എന്ന്. സോ ഷീ ടോൾഡ് മീ that's the biggest mistake I am doing, because നമ്മുടെ കേളി ഹെയർ ആകുമ്പം നമുക്ക് ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ 8 weeks കൂടുമ്പോഴും നമ്മുടെ മുടി ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ സ്പ്ലിറ്റ് എൻഡ്സ് മേളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് നമ്മുടെ മുടി തിന്നായി പോകും. അപ്പോൾ അത് നമ്മുടെ മുടിക്ക് ഹെൽത്തി അല്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ 8 weeks കൂടുമ്പോഴും നമ്മുടെ ഹെയർ ചെറുതായിട്ട് ട്രിം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ പോകുമായിരുന്നു. സോ ഹെയർ വാഷ്, ഷാംപൂ ആൻഡ് കണ്ടീഷനിങ്. സോ shampooing and conditioning for curly hair is extremely different than for a normal hair. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഷീ ടോട്ട് മീ വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഗോ അബൌട്ട് വിത്ത് ഇറ്റ്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. ഞാൻ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേളി ഹെയർ റൂട്ടീൻ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ബ്രോഗനോട് പറഞ്ഞത്, എന്തൊക്കെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ, വിശദമായി പറഞ്ഞുതരാം. അപ്പം നമ്മൾ കണ്ടീഷനിങ്ങും ഷാംപൂയിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമുക്ക് മുടി കുറച്ചൊരു എന്താ പറയുക വീക്കായിരുന്നു, കുറച്ച് അധികം സ്പ്ലിറ്റ് എൻഡ്സും ഫ്രിസിനെസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ഇഞ്ച് ട്രിം ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് ആണ്. സോ ഈ ഹെയർ സ്റ്റൈലിങ്ങിന് നമുക്ക് കേളി ഹെയറിന് പറ്റുന്നതായിട്ടുള്ളൊരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ക്രീമോ സ്റ്റൈലിംഗ് ജെല്ലോ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കേളി ഹെയർ ഡെഫിനിഷൻ കൊടുക്കേണ്ടത്. ജെല്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ 30
മിനിറ്റ്സിന് അങ്ങനെ വിടുക. നമ്മുടെ ഹെയർ ഡ്രയറോ ബ്ലോ ഡ്രയറോ ഒന്നും യൂസ് ചെയ്യരുത്. നാച്ചുറലായിട്ടുള്ള എയറിൽ നമ്മുടെ ഹെയർ ഡ്രൈ ആവണം. എന്നാലേ നമുക്ക് ആ ഒരു കേൾസിൻ്റെ ഡെഫിനിഷനൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്ക് 1/2 മണിക്കൂറും 45 മിനിറ്റൊക്കെ നമുക്ക് ആ ഒരു സലൂണിലിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു മെഷീനിൽ ഈ ഒരു മെഷീൻ ഉണ്ട്. ഇതാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹെയർ നല്ല നാച്ചുറലായിട്ട് ഡ്രൈ കിട്ടും കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഹെയർ മേക്ക് ഓവർ, ഹെയർ ഡ്രസ്സിങ്, ഹെയർ സ്റ്റൈലിങ് എന്ത് വിളിക്കണം എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞു. ആൻഡ് നൗ ഓവർ ടു മൈ ഫൈനൽ ലുക്ക്. ഗൈസ്, ലുക്ക് ആറ്റ് മൈ ഹെയർ. Finally a hair makeover after what, like this is the first time in my life ഞാനൊരു ഹെയർ മേക്ക് ഓവർ ചെയ്യുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ഹൗ മൈ കേൾസ് ലുക്ക്. ഇതിൻ്റെ നാച്ചുറൽ കേൾ ആണ് കേട്ടോ. ലൈക്ക് നമ്മൾ കേളിംഗ് മെഷീനോ കേളിംഗ് മോണ്ടോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ നാച്ചുറൽ കേളി ഹെയർ ആണ്. Oh my god, really happy with how this turned out to be. പിന്നെ എൻ്റെ ഈ മുമ്പിലത്തെ മുടി ഉണ്ടല്ലോ, അത് ഇത്രയും ഭാഗം ഞാൻ ആക്ച്വലി ഒരു 6 years മുമ്പ് തൊട്ട് ഞാൻ ഈ മുമ്പിലത്തെ ഭാഗം മാത്രം പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് വൈ ഇത് മാത്രം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. Oh my god, I can't believe. So happy, so happy. ബിക്കോസ് ലൈക്ക് ഈ 26 years എനിക്കിങ്ങനെയാണ് ഒരേ സ്റ്റൈലായിരുന്നു മുടി സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നമുക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് കേളി ഹെയർ സ്റ്റൈൽ ചെയ്യണേ, ഒന്നും അറിയത്തില്ലായിരുന്നു. ആൻഡ് എനിക്ക് ഈ ഒരു മിഡിൽ പാർട്ടീഷൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒരു മിഡിൽ പാർട്ടീഷൻ എടുത്തത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തേക്കാണ്. ആൻഡ് ഐ ഫീൽ ദിസ് ഗിവ്സ് എ ഡെഫിനേഷൻ ടു മൈ ഫേസ് ഓൾസോ, ബിക്കോസ് മൈ ഫേസ് ഇസ് ലൈക്ക് റൗണ്ട് ഫേസ്. അപ്പോൾ അയ്യോ, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. നിങ്ങൾ പറയട്ടോ ഇത് നല്ലതാണോ എങ്ങനെയുണ്ടെന്നൊക്കെ. ഞാൻ എൻ്റെ മമ്മിയോട് എനിക്കൊരു ഹെയർ മേക്ക് ഓവറിന് ഞാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഹെയർ കളറിങ്ങും പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ്ങും ഒഴിച്ചു ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് മാത്രം പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഐ ആം so happy and this is how my curls look. Perfect. അപ്പോൾ ഞാൻ തിരിച്ചിപ്പം വീട്ടിൽ പോവാണ്. ഞാനിപ്പോൾ ജുമേറ ലേക്ക് ടവേഴ്സിലാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാം. ആൻഡ് യെസ്, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം ഹൗ യു ലൈക്ക് മൈ ഹെയർ. ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇത് എനിക്ക് സൂട്ട് ആവുന്നുണ്ടെന്നൊക്കെ വന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. നല്ലത് മാത്രം പറയാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വിഷമാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ.